സുവർണാവസരം നമ്മുടെ കൺമുമ്പിലേക്ക് അല്ലാഹു തന്നിട്ട് ഇനിയൊന്ന് നന്നായി ഇക്കാലം വരെ ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ ഒന്ന് മറന്നുപോയി അല്ലാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവർക്ക് തെറ്റില്ലാത്തവരെ പോലെയാ. ഈ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പുതിയ ജീവിതം, റമളാനിന്റെ മുമ്പുള്ള എല്ലാവിധ ഏർപ്പാടുകളും നിർത്തിവെച്ച് ഒരു പുതിയ ജീവിതം, ഞാനൊരു പുതിയ ആളാവുകയാണ്, ഞാൻ ഇനി മുതൽ ഒരു പുതിയ മുഅ്മിനാണ്, ഞാൻ ഇന്നു മുതൽ നന്നാവുകയാണെന്ന് തീരുമാനമെടുത്ത് നന്നാവേണ്ട സമയം. റമളാൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പുതിയ റിലീസായ സിനിമ കാണാൻ വേണ്ടി മംഗലാപുരത്തേക്കോ കാസർകോട്ടേക്കോ വണ്ടി കയറുന്ന ചെറുപ്പക്കാരാ, നിന്റെ റമളാനൊക്കെ എന്ത് റമളാൻ? റമളാൻ കഴിഞ്ഞാൽ ഗാനമേളകളുടെ സദസ്സിൽ പോയിരുന്ന് നിന്റെ സർവമാന നന്മകളും കെടുത്തിക്കളയുന്ന നിന്റെ മ്യൂസിക്കും പാട്ടും ഡാൻസുകളും ടിവിക്ക് മുമ്പിൽ സീരിയലും മലയാളവും ഹിന്ദിയും കണ്ടിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങളുടെ റമളാനും ലൈലത്തുൽ ഖദറൊക്കെ എന്തുണ്ടായി? അവസാനത്തെ 10 അങ്ങാടി തെരുവുകളിലൂടെ ഷോപ്പിംഗ് ഇറങ്ങുന്ന പെണ്ണുങ്ങളൊന്ന് മനസ്സിലാക്കണം. റമളാൻ 27 കഴിഞ്ഞാൽ റമളാൻ പിരിച്ചുവിടരുത്. റമളാൻ 27 അവസാനിക്കുന്നില്ല, 28 ഉണ്ട്, അവിടെ 29 ഉണ്ട്, 29 ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവുകളാണ് അതൊക്കെ. 21, 23, 25, 27, 29, 27 കഴിഞ്ഞാൽ നമ്മൾ റമളാൻ ഡിസ്മിസ് ചെയ്തു. അല്ലാഹുവിന്റെ റഹ്മത്ത് വരുന്നുണ്ട്. ഈ ഉമ്മത്തിന് അല്ലാഹു 5 ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. റമളാനിൽ ഒരു സമൂഹത്തിന് മുമ്പ് അല്ലാഹു നൽകിയിട്ടില്ല. യുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, റമളാനിന്റെ അവസാനത്തെ രാവിലെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ആ പുറത്തു കൊടുക്കുന്നത് ലൈലത്തുൽ ഖദറിലാണോ? അല്ല, ആഖിറു ലൈല. ഒരാൾ അധ്വാനിച്ചാൽ ആ അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ. റമളാൻ നോമ്പ് നോറ്റ അവസാനത്തെ രാവിൽ ഈ ഉമ്മത്തിന് അല്ലാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിന് മാത്രം അല്ലാഹു തന്ന പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ മാഫറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിക്കുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി തെരുവുകളിൽ നടക്കുമ്പോ അല്ലാഹുവിന്റെ മാഫറത്ത് നമ്മുടെ കയ്യിലേക്ക് വരുമോ? നമ്മളപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. 27 കഴിഞ്ഞിട്ട് തറാവീഹിന് ആളില്ല, ഖിയാമുൽ ലൈലിന് ആളുകളില്ല, ഇത്തികാഫിന് ആളില്ല, സുബ്ഹ് നിസ്കാരത്തിന് ജമാഅത്തിന് ആളില്ല. ഇങ്ങനെ വന്നാൽ എന്ത് റമളാൻ? അതുകൊണ്ട് മുഅ്മിനേ, സൗമുലി, നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ റമളാൻ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ വയറിനോടല്ല നിങ്ങളുടെ ഖൽബിനോടുള്ള തർബിയത്താണ്, ഹൃദയത്തിനുള്ള മാറ്റമാണ്, ഹൃദയത്തിനുള്ള തഖ്വയാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇത് സാധ്യമാണോ എന്നാണ് റമളാൻ കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ? അല്ലാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ? മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ? ഇതുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഈ ലക്ഷ്യം നമ്മൾ പ്രാപിച്ചു. അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈ സദസ്സിൽ നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉസ്താദുമാർക്ക് അല്ലാഹു